ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നത് ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. സോസുകളൊന്നും ചേർക്കാതെ പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇതിന്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് വേണ്ടത് കുറച്ച് ചിക്കനാണ്. അത് മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. ചെറിയ പീസാക്കിയ ചിക്കൻ എടുക്കണം. പിന്നെ അത് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് അതിലേക്ക് ഇത്തിരി മാത്രം ഫുഡ് കളറാണ്, റെഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്തത്. നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല. അതൊരു കളർഫുള്ളിന് വേണ്ടി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കേണ്ടത് പെപ്പർ പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ്, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ഇട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ടതാണ്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. ഞാനിത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. വെജിറ്റബിൾസ് എന്തെല്ലാം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ടൊമാറ്റോയും അതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു 4 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കണം. നമ്മൾ സോസിന് പകരം ഉപയോഗിക്കുന്നത് ഈ ഒരു ജ്യൂസ് ചെയ്ത ഐറ്റമാണ്. ടൊമാറ്റോ ജ്യൂസ് ആക്കിയതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂബ്സായി കട്ട് ചെയ്ത ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കവും ക്യൂബ്സായിട്ട് തന്നെയാണ് രണ്ടും കട്ട് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയിലയും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ചിക്കന്. എന്ന് നമുക്ക് ഉള്ളി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ ഓയിൽ ഇതിലേക്ക് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനതിലേക്ക് ഒഴിക്കുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും ഒക്കെ ജ്യൂസാക്കിയതൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നമുക്ക് ആഡ് ആക്കാനുണ്ട്. ഞാൻ അപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് നല്ല പോലെ വഴറ്റുക. അത് വഴന്ന് വരാൻ ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് വരാൻ ആവശ്യത്തിന് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നല്ല പോലെ വെന്തൊടയേണ്ട. അതിൻ്റെ ഒരു പച്ച കളറില്ലേ, അതൊന്ന് മാറുന്നത് വരെ മാത്രം നമുക്ക് ഉള്ളി വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ക്യൂബ്സായി അരിഞ്ഞു കൊടുത്തിട്ടുള്ള ക്യാപ്സിക്കാണ് ഇതിൻ്റെ കൂടെ ഇടേണ്ടത്. പിന്നെ നമ്മുടെ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം അതുപോലെ തന്നെ നല്ല പോലെ ഒന്നും വേവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചില്ലിയിൽ ക്യാപ്സിക്കവും പിന്നെ ഉള്ളിയും അങ്ങനെ ഒരു ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതി. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഉള്ളിയിലേക്ക് വഴറ്റി കൊടുക്കുക. പിന്നെ ഇത് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല പോലെ തന്നെ പേസ്റ്റായി കിട്ടണം. അത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടണം. വേറെ എക്സ്ട്രാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതിൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ കാണുന്നില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കനിൽ നമ്മൾ സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാനിതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചോക്കെ മാറേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ടതാണ്. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത ആ ചിക്കൻ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച്
ഒന്ന് വേവിച്ച് കൊടുക്കുക. നമ്മളെ ടൊമാറ്റോ ഒഴിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കണം. അങ്ങനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കുറുക്കിയെടുത്തിട്ട് നമുക്ക് കാണാം. ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ല പോലെ അതിൽ മിക്സ് ചെയ്ത് ആ പച്ച മണമൊക്കെ മാറിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറണം. ബാക്കി നമുക്കൊന്നും പച്ചമണമൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് കുറച്ച് ടൈം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ ഏകദേശം ചില്ലി ചിക്കന് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ വെന്തത് കൊണ്ട് നമുക്ക് ചിക്കൻ വേവുന്നതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കാണുമ്പോൾ സോസ് ഒഴിച്ചതുപോലെ ഇല്ലേ? നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ ഈ ലാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റിൽ ഓയിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഏതെങ്കിലും ഗ്യാപ്പിൽ ഓയിൽ കുറച്ച് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട്. ഞാനിതാ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ റെസിപ്പികളും കാണുന്നതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവരോടും ബായ്.